സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി ഒ.ജെ. ജനീഷ് സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ ആവേശത്തിലാണ് തൃശൂർ മാള കുഴൂർ നിവാസികൾ. തങ്ങളുടെ കൺമുന്നിൽ വളർന്നു വലുതായ കുട്ടി മന്ത്രിയായത് എല്ലാവർക്കും ഇപ്പോൾ ഒരു അത്ഭുതമാണ്. ജനീഷിന്റെ ജീവിതവും വളർച്ചാഘട്ടങ്ങളെയും ഓർത്തെടുക്കുകയാണ് ആ നാട്ടുകാർ. അതിരില്ലാത്ത സന്തോഷം കൂടി അവർ ന്യൂസ് മലയാളവുമായി പങ്കിടുന്നു. ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായി അല്പസമയങ്ങൾക്ക് മുൻപാണ് ഒ.ജെ. ജനീഷ് സത്യപ്രതിജ്ഞ ചെയ്തത്. ജനീഷിനെ സംബന്ധിച്ചുകൊണ്ട് നമുക്കറിയാം, വളരെ വേഗത്തിലുള്ള രാഷ്ട്രീയ വളർച്ചയാണ് ജനീഷിന്റെ കാര്യത്തിലുണ്ടായത്. ആ സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയായി മന്ത്രിയായി അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ വളരെയധികം സന്തോഷിക്കുന്ന ആളുകളാണ് എങ്ങുമുള്ളത്. ഇപ്പോൾ ജനീഷും കുടുംബാംഗങ്ങളും നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരും ഏറെ പേരും തിരുവനന്തപുരത്താണെങ്കിലും അവിടെ പോകാൻ കഴിയാത്ത ഒട്ടേറെ ആളുകൾ ഇവിടെയുണ്ട്. ജനീഷ് അവിടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു, മന്ത്രിയാകുകയാണ്. സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഇത്രയൊരു മുകളിലെത്തുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായില്ല. MLA ആയി സന്തോഷിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇന്നലെ ഒരു ചെറിയ ന്യൂസ് കിട്ടിയത്. ഇങ്ങനെ ജനീഷിന്റെ ഒരു രാഷ്ട്രീയ വളർച്ചയ്ക്കൊപ്പം നിന്ന ആളുകളുണ്ട് ഇവിടെ. ചേട്ടൻ ഇവിടുത്തെ ബൂത്ത് ഭാരവാഹിയാണല്ലേ? അപ്പോൾ ജനീഷുമായിട്ട് ഞങ്ങൾ വളരെ കാലം ഞങ്ങൾ വളരെ അടുപ്പത്തിലാണ്. നല്ല രീതിയിൽ രാഷ്ട്രീയം പറയാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ്. രാഷ്ട്രീയത്തിൽ വെച്ച് അത് വന്ന് പെട്ടെന്ന് ഉയർന്ന ഒരു വ്യക്തിയാണ്. നാട്ടുകാർക്കെല്ലാം വളരെ പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ്. മന്ത്രിയായതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. ജനീഷിന്റെ ഒരു കുട്ടിക്കാലത്തെ കുറിച്ച് ഓർത്തെടുക്കാൻ നേരത്തെ അച്ഛൻ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു. അമ്മ കഷ്ടപ്പെട്ടാണ് 2 മക്കളെ വളർത്തിയത്. ആ മക്കളും അവർക്കൊപ്പം അമ്മയ്ക്കൊപ്പം ചേർന്ന് നിന്നാട്ടെ കുടുംബം വളർത്തിയല്ലേ? അങ്ങനെ അതെ, അങ്ങനെയാണ്. പക്ഷേ ജനീഷിന്റെ അനിയനാണ് കൂടുതൽ ഇങ്ങനെ സപ്പോർട്ട് തന്നത്. അവനെന്നും പറയും അവന്റെ രാഷ്ട്രീയത്തിൽ പൊക്കോട്ടെ, നാളെ അവനൊരു മന്ത്രിയാവില്ല എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റുമല്ലോ എന്ന്. അപ്പൊ അവന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. മാറി നിൽക്കാതെ അയൽക്കാരിയായിട്ടുള്ള ആന്റി ഇവിടെ ഉണ്ട്. ആന്റിക്കും പറയാനുണ്ട് ജനീഷിനെ കുറിച്ച്. ജനീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ നല്ലൊരു വ്യക്തിത്വമുള്ളൊരു സ്വഭാവം ഒരു കുട്ടിയാണ്. പഠനകാലത്ത് തന്നെ അവൻ നല്ലൊരു പക്വതയുള്ള കുട്ടിയായിരുന്നു. ഈ മന്ത്രിയായി സ്റ്റേറ്റ് കാറിൽ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ വരാൻ നേരത്തെ എങ്ങനെയായിരിക്കും ഒരു സ്വീകരണം? അതിപ്പോ എപ്പോഴും എത്രയെന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. ജനീഷ് വരാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിന് വേണ്ടിയല്ലേ ആ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ജനീഷ് ജയിച്ചു MLA ആയി 24 മണിക്കൂറിനുള്ളിൽ മന്ത്രിയാവാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുപ്പം കുറഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രി. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് അങ്ങനത്തെ സന്തോഷമുണ്ട്. എൻ്റെ പേര് ആന്റണി, ഞാൻ തൊട്ട് പടിഞ്ഞാറ വീട്ടിലാണ്. എൻ്റെ ചെറുപ്പം മുതൽ പിള്ളേരെ ഇവരെ ഞങ്ങൾക്കറിയാം. രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് ഉയർന്നു വന്ന ഒരു നക്ഷത്രമാണ്. ഇതാണല്ലോ ആന്റണി ചേട്ടൻ പറഞ്ഞ പോലെ ഏറ്റവും നല്ല മന്ത്രിയായി ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ ജനീഷിന് കഴിയട്ടെ എന്നുള്ളതാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ഏതായാലും വളരെയധികം സന്തോഷത്തിലാണ് തങ്ങൾക്കൊപ്പം നിന്ന തങ്ങളുടെ കുട്ടിയായി വളർന്നു വന്ന ഒ.ജെ. ജനീഷ് എന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ മന്ത്രിസഭയിലേക്ക് എത്തുന്നത്, അതിൽ മന്ത്രിയാകുന്നത് എല്ലാം. ക്യാമറമാൻ രാഹുൽ സുദേവിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.